ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മ കൽപ്പനയിലെ അടുത്ത ആഴ്ചത്തെ അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രീതി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആ 2 ദിവസം കഴിയുമ്പോഴേക്കും അവിടുത്തെ ആ വർക്ക്ഷോപ്പിൽ ആ പുള്ളിയെടുത്ത് ചോദിക്കുന്നുണ്ട്. മണി എന്ന് പറഞ്ഞ പുള്ളി, മണി എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര് ആ പുള്ളിയുടെ ചോദിക്കുന്നുണ്ട്. ആകാശ് സാറിന് എപ്പോഴാ വരാന്ന് ചോദിക്കുമ്പോൾ അപ്പോഴൊക്കെ അവിടേക്ക് നമ്മുടെ ശ്രുതി പല്ലും തേച്ചുകൊണ്ട് വരുക കേട്ടോ. ആ സമയത്ത് ആ മണി എന്ന് പറഞ്ഞ പുള്ളി പറയുന്നുണ്ട്, അത് ഇന്ന് വരുമായിരിക്കും മാഡം ആകാശ് സാർ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ആകാശ് സാർ ഇന്ന് വരുമെന്ന്? ഏത് ആകാശ് സാർ? അത് നമ്മുടെ ആകാശ് സാർ, അശ്വിൻ സാറാമിന്റെ വീട്ടില്. ആ സാറിന് ഇവിടെ വരുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ വണ്ടി ഇവിടെയാ കൊടുത്തിരിക്കുന്നത്. ഓ അങ്ങനെയാണോ? ഓ ശരി ശരി. ശ്രുതി, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ബാത്റൂമിൽ പോയിട്ട് പല്ല് തേക്കുന്നത്? വീട് മൊത്തം പല്ല് തേച്ചാൽ എനിക്ക് സമാധാനമാവുള്ളൂ, പോ എന്ന് വേണ്ട അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുവാണ്. അതിനുശേഷം ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്യാം ഒരു അടിപൊളി പണി തന്നെ, ഒരു മുട്ടം പണി തന്നെ ശ്രുതിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം. വേറൊന്നുമല്ല, ശ്രുതിനെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ജലിയുടെ വളരെ വില കൂടിയ തന്നെ ഡയമണ്ട് മാല, അതായത് കൊടുത്തുകഴിഞ്ഞാൽ 10-12 ലക്ഷമെങ്കിലും കിട്ടുന്ന ഒരു ഡയമണ്ട് മാല തന്നെ നമ്മുടെ അഞ്ജലിയുടെ അലമാരയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ ബാഗിലേക്ക് ഇടുവാണ്. കാരണം നമ്മുടെ അഞ്ജലി തപ്പുമ്പോൾ മാല കിട്ടില്ല, ശ്രുതിയുടെ ബാഗ് തപ്പുമ്പോൾ എന്തായാലും മാല കിട്ടുമല്ലോ, അതിനെ വേണ്ടി ചെയ്യുവാട്ടോ. അങ്ങനെ ശ്രുതിയുടെ ബാഗിലേക്ക് ആ മാല ഇട്ടിട്ട് നമ്മുടെ ശ്യാം അവിടെ നിന്ന് പോകുവാണ്. ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, ശ്രുതി നിന്നെ എനിക്ക് വേണം, നീ ആ വീട്ടിൽ ജോലിക്ക് പോകാൻ പാടില്ല, നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു തെറ്റ് ചെയ്യുവാണ്, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അശ്വിൻ സാരവരുടെ വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അശ്വിൻ ആ സമയത്ത് അവിടെ ഉണ്ടാവും കേട്ടോ. ശ്രുതിനെ കാണാണ്ട് അശ്വിൻ മാറി പോകുവാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ശ്രുതി അശ്വിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ തന്നെ അശ്വിൻ അവിടേക്ക് വരുന്നുണ്ട്. ശ്രുതി ആണെങ്കിൽ ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. പക്ഷെ അശ്വിൻ നോക്കുമ്പോഴേക്കും ലാപ്ടോപ്പിൽ എന്തോ പണിയണതാണ് അശ്വിൻ കാണുന്നത്. ആ സമയത്ത് അശ്വിൻ വിചാരിക്കുകയാണ് ശ്രുതിയാണ് ആ ലാപ്ടോപ്പ് അതായത് ഡാമേജ് ആക്കിയതെന്ന്. അതിന് ശ്രുതിനെ കണ്ണു പൊട്ടുന്ന പോലെ വഴക്ക് പറയുവാണ്, നിനക്കൊരു മാനേഴ്സ് ഇല്ല, നിങ്ങളൊക്കെ മിഡിൽ ക്ലാസ്സുകാരാ, നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാട്ടോ. ആ സമയത്ത് അഞ്ജലി വന്ന് പറയുന്നുണ്ട്, കുഞ്ഞാ നീ എന്തിനാ ഇങ്ങനെ വഴക്ക് പറഞ്ഞത്? എൻ്റെ കയ്യിൽ നിന്നാണ് ലാപ്ടോപ്പ് നിലത്തേക്ക് വീണത്, ലാപ്ടോപ്പ് ഡാമേജ് ആക്കിയത് ഞാനാണ്, എനിക്ക് മുകളിൽ കയറി വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ടിട്ടാണ് ഞാൻ ശ്രുതിയുടെ അടുത്ത് കണ്ട് ലാപ്ടോപ്പ് ഇവിടെ വെപ്പിച്ചത് എന്നൊക്കെ പറയാണ്. എങ്കിലും നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് സോറി ഒന്നും പറയുന്നില്ല കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചായ എടുക്കുന്ന സമയത്ത് തൊട്ട് പുറകിൽ അശ്വിൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ശ്രുതിയുടെ ഷോളാണെങ്കിൽ അവിടെ ചെടിയിൽ കുടുങ്ങുവാണ്. ശ്രുതി വിചാരിക്കും അശ്വിൻ പിടിച്ച് തൻ്റെ ഷോളിലും ഡ്രസ്സിലും പിടിച്ച് വലിക്കുവാണെന്ന്. ആ ദേഷ്യത്തിൽ നമ്മുടെ ചായ ഉണ്ടായിരുന്നു നമ്മുടെ അശ്വിൻ്റെ മേത്തേക്ക് ഒഴിക്കുവാണ്. അതിനുശേഷം ശ്രുതി നോക്കുമ്പോഴാണ് ചെടിയിൽ കുടുങ്ങിയിരിക്കുന്നത്. അയ്യോ, ശ്രുതിക്കാണെങ്കിൽ അങ്ങനെ നാണക്കേടായിട്ട് ശ്രുതി ആ ചെടി പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴേക്കും ആ ചെടിച്ചട്ടി ഫുൾ അവിടെ തവിടം പൊടിയായിട്ട് പോകുവാട്ടോ. അങ്ങനെ ശ്രുതി വേഗം ഓടി മുകളിലേക്ക് പോകുവാണ്. അതിനെയൊന്നും ശരിക്കും അശ്വിൻ തിരിച്ചും അതൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. തിരിച്ച് റിവെഞ്ചൊന്നും അശ്വിൻ എടുക്കണമെന്നുമില്ല. അങ്ങനെ നമ്മുടെ ശ്രുതിയും അശ്വിനും നേരെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ്. ശ്രുതിനെ മതിലിനോട് ചേർത്ത് പിടിച്ചിട്ട് അശ്വിൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സീനൊക്കെ ഉണ്ട് അടുത്ത ആഴ്ച. ശ്രുതിക്കും ആകെ വല്ലാത്ത പോലെ. ശ്രുതി പോകാൻ പോകുമ്പോൾ വീണ്ടും ശ്രുതിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് അശ്വിൻ ശ്രുതിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ തന്നെയാണ് അടുത്ത ആഴ്ച വരുന്നത്. എന്തായാലും ഇത് അടുത്ത ആഴ്ച തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇനി ബുധനും വ്യാഴത്തിലെ റിവ്യൂ ഒക്കെ നാളെ പറയണതായിരിക്കും. എന്തായാലും ഇനി ഇവിടെ റൊമാൻറ്റിക് ഭാഗമായിരിക്കും ഞാൻ അടുത്ത റിവ്യൂ ഇടാൻ പോകുന്നത്. ഇതിന്റെ റീമേക്കിൽ റിവ്യൂസ് ആണ് ഞാൻ ഇടുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.